ഇന്ന് ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ എന്തോ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ നോക്കുകയാണ്. എന്താ അവസ്ഥ? സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന വർത്തമാനങ്ങൾ. നാം കാണേണ്ട കാര്യം, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏത് രീതിയിൽ തകർക്കുന്ന സമീപനമായിരുന്നു ഈ സംസ്ഥാനത്തെ UDF സ്വീകരിച്ചിരുന്നത്? ഒരുപാട് കാലം മുൻപല്ലാലോ, 2011-16 കാലം പൊതുവിദ്യാഭ്യാസ മേഖല എന്തൊരു തകർച്ചയായിരുന്നു! എത്ര സ്കൂളുകളായിരുന്നു അൺഎക്കണോമിക് എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടാൻ തയ്യാറെടുത്തത്? അത് സർക്കാർ തന്നെ സ്വീകരിച്ച നടപടിയായിരുന്നല്ലോ. സർക്കാർ ആ ഘട്ടത്തിൽ ആ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും നടപടിയെടുത്തോ? എന്നാൽ അതേസമയം ആവശ്യമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചില്ലേ? അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിൽ, അൺഎയ്ഡഡ് കോഴ്സുകൾ അനുവദിക്കുന്നതിൽ, ആ അൺഎയ്ഡഡ് കാര്യങ്ങൾക്ക് വലിയ മഹത്വം ചാർത്തിക്കൊടുക്കുന്നതിൽ എല്ലാം വലിയ താല്പര്യമായിരുന്നില്ലേ UDF കാണിച്ചത്? സംഭവിച്ചത് എന്താണ്? ഒരു ഭാഗത്ത് പൊതുവിദ്യാഭ്യാസം തകർന്നു, അതേസമയം നല്ല തോതിൽ ഈ പറഞ്ഞ സ്വകാര്യ ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി. പൊതുമേഖലയിൽ നിന്ന്, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് 10 ലക്ഷത്തോളം കുട്ടികൾ, 5 ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞുപോയി. അവര് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിട്ട് അപ്പുറത്ത് പോയി. സന്തോഷം UDFന്. ഒരു നടപടിയും പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനില്ല. അന്ന് കണക്കാക്കിയത് 4000-ഓളം സ്കൂളുകൾ അൺഎക്കണോമിക് എന്നായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. എന്തായി? വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടൽ എവിടെ എത്തിച്ചു? എങ്ങനെയാണ് മാറ്റം വന്നത്? ആ മാറ്റത്തിന് പൊതുവിദ്യാഭ്യാസ മേഖലക്ക് പിന്തുണ കൊടുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതിലൂടെ വലിയ മാറ്റം. ആ വലിയ മാറ്റത്തിന്റെ ഭാഗം എന്താണ്? ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളാണ്, സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്, എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ആ വഴിയിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. അക്കാദമിക് നിലവാരം വർദ്ധിച്ചിരിക്കുന്നു. 5 ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം തിരികെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇത് UDF ആയിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ? UDF ആണെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകർന്നു പോയിട്ടുണ്ടാകുമായിരുന്നില്ലേ? അപ്പോൾ LDFനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കണം, അത് മറന്നുപോകരുത്. ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു? 2016 സർക്കാർ നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായൊരു ചർച്ച നടത്തി. അപ്പൊ അന്ന് രാജ്യത്തെ പൊതുവായ റാങ്കിംഗ് എടുത്താൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം 100-ന് പുറത്താണ്. അപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കണമെന്ന നിലപാടുകളെടുത്തു. അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ വലിയ തോതിൽ നടന്നു, നടപടികളും സ്വീകരിച്ചു.
നല്ല ഇടപെടലാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും നടത്തിയത്. വൈസ് ചാൻസലർമാർ പ്രത്യേക താല്പര്യം തന്നെ എടുത്തു. യോഗ്യരായ വൈസ് ചാൻസലർമാർ ആ ഘട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ടു. എന്താ അതിൻ്റെ ഫലം? ഇന്ത്യയിലെ പൊതു യൂണിവേഴ്സിറ്റികൾ എടുത്താൽ നമ്മുടെ കേരളത്തിലെ 3 യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 12-ലുണ്ട്. അതാണ് നാം കാണേണ്ടത്. കേരളയും കൊച്ചിയും ഗാന്ധിയും. 9-ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11-ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ മാറി വന്നു എന്നുള്ള തെളിവല്ലേ?